friends, welcome back to my YouTube channel Kidu Stories. Replay 9088 episode 13 part 2 മലയാളം എക്സ്പ്ലനേഷൻ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിന് തൊട്ടു മുന്നേ തന്നെ ഒരു സോറി എല്ലാവരോടും ചോദിക്കുകയാണ്. നിങ്ങളിപ്പോ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇത്രയും കാലം ഒരു മാസത്തോളം ഈ ചേച്ചി എവിടെ പോയി കിടക്കുകയായിരുന്നു. ഞാൻ ഒരുപാട് കമന്റ്സും കണ്ടു, പറ്റുന്ന പണിക്ക് നിന്നാ പോരെ, എന്താ ചേച്ചി ഇത്രയും ലാഗ് ചെയ്യിപ്പിക്കുന്നത്, എന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചു ഒരുപാട് കമന്റ്സ് ഞാൻ കണ്ടു. ശരിക്കും കമന്റ്സ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് നല്ല വിഷമമൊക്കെ തോന്നി. അതുകൊണ്ട് തന്നെ ചാനലിൽ ഒരു വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ എന്താ സംഭവിച്ചത് എന്നുള്ളൊരു ഫുൾ എക്സ്പ്ലനേഷൻ തന്നെ ചെയ്തിട്ട് ഒരു വീഡിയോ ഇടാന്നാണ് വിചാരിക്കുന്നത്. അതല്ലെങ്കിൽ ഒരു ഫെയർ ആയിരിക്കില്ലല്ലോ. സംഭവം എന്താന്ന് വെച്ചാൽ എന്റെ ചാനല് ഒന്നും അങ്ങ് പോയി കിട്ടി. അതായത് എന്റെ ഫോൺ നാശായി. സെക്കൻഡ് ടൈമാണ് ഫോൺ നാശാവുന്നത്. ഫസ്റ്റ് ടൈം ഫോൺ നാശായിപ്പോ വലിയ കുഴപ്പമില്ല, എന്റെ വേറൊരു ഫോണിലേക്ക് എനിക്ക് എല്ലാം എടുക്കാൻ പറ്റി, റിക്കവർ ചെയ്തെടുക്കാൻ പറ്റി. സോ അതുകൊണ്ട് തന്നെ ഞാൻ വലിയ കാര്യമായിട്ട് ഈ ചാനലിന്റെ കാര്യം ഒന്നും ബോധർ ചെയ്തില്ല. കാരണം ഞാനും ഈ യൂട്യൂബിൽ ഫസ്റ്റ് ടൈമാണ്. അപ്പൊ എനിക്കും ഇതിന്റെ സെക്യൂരിറ്റി ഒക്കെ ഞാൻ വലിയ ബോധഡ് ആയിരുന്നില്ല. സോ ഫോണ് കംപ്ലീറ്റ് നാശമായതിനു ശേഷം ചാനൽ റിക്കവർ ചെയ്തെടുക്കാൻ തീരെ പറ്റിയില്ല. സംഭവം നമ്മുടെ ചാനലിന്റെ മെയിൽ ഐ ഡിയും പാസ്വേഡ് ഒക്കെ നമുക്ക് അറിഞ്ഞിട്ട് പോലും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. കാരണം ഡബിൾ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു പ്രൊസീജിയർ ഒക്കെ ഉള്ളത് കൊണ്ട്. പിന്നീട് നമ്മൾ ഈ ചാനൽ തുടങ്ങുന്ന സമയത്ത് സെക്കൻഡറി ഇമെയിൽ ഐ ഡി ആയിട്ട് സ്വന്തം ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുവഴി ചാനൽ റിക്കവർ ചെയ്തെടുക്കാൻ നോക്കിയപ്പോൾ വിത്തിൻ 1 month ഈ ഇമെയിൽ ഐ ഡി, നമ്മുടെ സ്വന്തം ഇമെയിൽ ഐ ഡിയിലേക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് വരും, അതുവഴി കയറാനാണ് പറഞ്ഞത്. പക്ഷെ 2 ആഴ്ച 3 ആഴ്ച ഒരു മാസം കഴിഞ്ഞിട്ട് അതിലേക്ക് ഒരു വെരിഫിക്കേഷൻ കോഡും വന്നില്ല. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് യൂട്യൂബിൽ, വേറെ ആരുമില്ല, ഫ്രണ്ട്സ് ഒന്നും പറഞ്ഞു തരാൻ, ആർക്കും ഇതിനെപ്പറ്റി ഒരു അറിവില്ലാത്തത് കൊണ്ട് തന്നെ ശരിക്കും പെട്ടുപോയി. പിന്നെ ഒരു വഴി എഴുതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ യൂട്യൂബ് തുടങ്ങിയ ഒരു നമ്പർ ഉണ്ടായിരിക്കും, ഫോൺ നമ്പർ, അതുവഴി നമുക്കൊരു OTP വരും, അങ്ങനെ നമുക്ക് കയറാൻ പറ്റുമായിരുന്നു. പക്ഷെ അപ്പൊ അവിടെയും പണി കിട്ടി. അതായത് ഞാൻ പുറത്ത് UAE വർക്ക് ചെയ്യുന്നത്. ഞാൻ നിങ്ങളോട് ചാനലിന്റെ എക്സ്പ്ലനേഷനെ പറ്റിയിട്ട് വീഡിയോസ് ഇടാൻ പറയുമ്പോൾ ഞാൻ പറയാറുണ്ട് വർക്ക് ചെയ്യാണ്, അതുകൊണ്ട് എല്ലാ ദിവസവും ഇടാൻ പറ്റില്ല എന്നൊക്കെ പറയാറുണ്ടല്ലോ. സോ പുറത്ത് വർക്ക് ചെയ്യാണ്. എന്റെ നാട്ടിലത്തെ നമ്പർ ആണെങ്കിൽ 6 month ആയിട്ട് ബ്ലോക്കുമാണ്. സോ നമുക്ക് ആ സിം എടുക്കണമെങ്കിൽ നമ്മൾ പോവാതെ നമുക്ക് ആ സിം എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഫോൺ നമ്പർ വഴിയും ചാനലിലേക്ക് കയറാൻ പറ്റിയിരുന്നില്ല. അങ്ങനെ ഫുള്ള് പെട്ട അവസ്ഥയായിരുന്നു. സ്വന്തം ചാനല് മറ്റ് ഇമെയിൽ ഐ ഡിയിൽ കയറി കാണേണ്ട അവസ്ഥ. അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ കുറെ മെസ്സേജസ് ഒന്നും നോക്കിയില്ല, കാരണം എനിക്ക് ഭയങ്കര വിഷമായി. കാരണം റീപ്ലേ 9088 ചെയ്യുന്ന സമയത്ത് അത്രയ്ക്കധികം മെസ്സേജസ് വരാറുണ്ട്, നല്ല വ്യൂസ് ചാനലിൽ കിട്ടിയിരുന്നു. ആ സമയത്താണ് പകുതിക്ക് വെച്ച് ചാനൽ പോകുന്നത്. അപ്പോൾ അതിൽ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഒരു സോറി പറയാൻ പോലും എനിക്ക് പറ്റത്തില്ല, കാരണം ചാനൽ ഇല്ല. ഞാൻ വേറെ വല്ല ഐ ഡിയിൽ നിന്ന് കയറിയിട്ട് വേണ്ടി വരും പറയേണ്ടി വരും. അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു ശരിക്കും. നിങ്ങൾക്ക് അറിയായിരിക്കും, ആ ടൈമിൽ തന്നെ ഞാൻ ഓൺ എയർ ആയിക്കൊണ്ടിരുന്ന ഒരു ഹാർട്ട് ബീറ്റ് എന്ന സീരീസിന്റെ ഫസ്റ്റ് എപ്പിസോഡ് ഇട്ടിട്ടുണ്ടായിരുന്നു. സാധാരണ ഞാൻ ഫേമസ് ആയിട്ടുള്ള സീരീസ് ഒക്കെ നോക്കുമ്പോൾ എല്ലാ ചാനലിലും അത് ഓൾറെഡി വന്നിട്ടുണ്ടായിരിക്കും. അവരൊക്കെ എന്നെയൊക്കെ നന്നായി എക്സ്പ്ലനേഷൻ ചെയ്തിടാറുണ്ട്. സോ ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്ന ഒരു ഡ്രാമ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഓൺ എയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡ്രാമ ചെയ്യാന്ന് വിചാരിച്ചു. അതാകുമ്പോൾ എന്റെ എക്സ്പ്ലനേഷൻ ഇഷ്ടമുള്ളവർ എന്റെ ചാനലിൽ വന്ന് കാണുമല്ലോ എന്നൊക്കെ വിചാരിച്ച് അത് ഞാൻ ജസ്റ്റ് ഒന്ന് തുടങ്ങി വെച്ചിരുന്നു. എനിക്ക് അതും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, കാരണം ആ സമയത്താണല്ലോ ഇതൊക്കെ ഉണ്ടാകുന്നത്. സോ ഇപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെക്കേഷനിലേക്ക് നാട്ടിലേക്ക് വന്നു, സിം എടുത്തു, അതിനുശേഷമാണ് ചാനലിലേക്ക് കയറുന്നതും ഇനി ബാക്കിയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നതും. അപ്പൊ എല്ലാവർക്കും എന്റെ അവസ്ഥ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. കാരണം ഒരു മാസത്തോളം ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് പോലും ഇടാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ കുറച്ചു പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടായിരിക്കും ചേച്ചിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. കാരണം ഒരു വിവരമില്ല. ഇപ്പൊ ചാനൽ തിരിച്ചു കിട്ടിയപ്പോ ഒരുപാട് മെസ്സേജസ് ഇങ്ങനെ കണ്ടു, നെക്സ്റ്റ് എപ്പിസോഡ് എവിടെ, എന്താ ചേച്ചി ലേറ്റ് ആകുന്നത്, എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചിട്ട്. നിങ്ങൾക്കറിയാം മാക്സിമം എല്ലാ മെസ്സേജസിനും റിപ്ലൈ കൊടുക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് മെസ്സേജസ് ഒന്നും വരാറില്ല, എന്നാൽ വന്ന മെസ്സേജിനൊക്കെ റിപ്ലൈ കൊടുക്കാറുണ്ട്. സോ ഇത്രയും പേര് ചോദിച്ചിട്ട് പെട്ടെന്ന് ഒന്ന് വന്ന് വീഡിയോ ബാക്കി ഇട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും കൺഫ്യൂഷൻ ആകും എന്ത് പറ്റിയെന്ന്. അപ്പൊ എനിക്കെന്തോ ഭയങ്കരമായിട്ട് നിങ്ങളായിട്ട് കണക്ട് ആയതുകൊണ്ട് നിങ്ങളോട് ഇതെല്ലാം വ്യക്തമായിട്ട് പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നത്. സോ എല്ലാവരും മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. റിയലി സോറി. ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവത്തില്ല. ഇത് ഫോൺ കംപ്ലൈന്റ് ആയതുകൊണ്ട് വന്നതാണ്. സോ ഇനി എന്തായാലും ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്ന ഒരു സീരീസ്, അതിന്റെ എക്സ്പ്ലനേഷൻ എല്ലാ ചാനലിലും ഓൾറെഡി വന്നു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഇനി ഞാനത് ചെയ്ത് സമയം വേസ്റ്റ് ചെയ്യേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിന് പകരം വേറെ ആരും ചെയ്യാത്ത വെറൈറ്റീസ് ആയിട്ടുള്ള ഡ്രാമാസ് ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. കാരണം അതിന്റെ എക്സ്പ്ലനേഷനും അതിന്റെ സീരീസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ കുറച്ചായി. അപ്പോൾ റിപ്ലൈ 9088 ഉടനെ തന്നെ ചെയ്ത് അവസാനിച്ച് മറ്റ് വെറൈറ്റീസ് ആയിട്ടുള്ള ഡ്രാമാസുമായിട്ട് നിങ്ങളിലേക്ക് എത്തും. തീർച്ചയായിട്ടും ഇനി ഇങ്ങനെ ഒരു ഗ്യാപ്പ് വരത്തില്ല. അപ്പൊ എല്ലാവരും മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. സോറി ഫോർ ദ ഡിലേ ആൻഡ് ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ട് നെക്സ്റ്റ് എപ്പിസോഡ് എവിടെയെന്ന് ചോദിച്ചവർക്കും ചീത്ത പറഞ്ഞവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗിൽ ജപ്പാനിൽ വെച്ചിട്ട് ടേക്കിന്റെ നടക്കുന്ന ഒരു ടൂർണമെന്റിനെ പറ്റിയാണ് റേഡിയോയിൽ പറയുന്നത്. അതായത് കഴിഞ്ഞ പ്രാവശ്യം ഈ മത്സരത്തിൽ ടേക്കിന് സെക്കൻഡ് പ്ലേസ് ആയിരുന്നു. ഇപ്രാവശ്യം എന്തായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു ഹ്യൂജ് എമൗണ്ട് ആണ് ഇതിന്റെ പ്രൈസ് മണി ആയിട്ട് കിട്ടുന്നത് എന്നൊക്കെ ന്യൂസിൽ പറയുന്നതും. ടേക്കിന്റെ അച്ഛനാണെങ്കിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് സുൻവോന്റെ അമ്മ അങ്ങോട്ട് വരികയാണ്. അതായത് ടേക്ക് നാളെ മത്സരത്തിനൊക്കെ പോകുന്നതല്ലേ, അതുകൊണ്ട് വയറിന് പ്രശ്നമൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി സൂപ്പൊക്കെ ആയിട്ടാണ് ആൾ വരുന്നത്. കിം ആണെങ്കിലും സ്റ്റഡി റൂമിലേക്ക് പോകുന്ന സമയത്ത് അമ്മ അയൺ ചെയ്യുന്നതാണ് കാണുന്നത്, യൂണിഫോം ഒക്കെ.
ഇതെന്തിനാ ഇപ്പൊ ചെയ്യുന്നത്, ക്ലാസ് തുറക്കാൻ ഇനിയുണ്ടല്ലോ 2-3 ദിവസം എന്ന് ചോദിക്കുമ്പോൾ അതിന് മുന്നേ ചെയ്തു വെക്കാനാണെന്ന് അമ്മ പറയുന്നുണ്ട്. അതായത് എല്ലാ അമ്മമാരൊക്കെ ചെയ്യുന്ന പരിപാടി തന്നെ. അമ്മയാണെങ്കിൽ കിമ്മിനോട് ടേക്കിന് നാളെയല്ലേ എയർപോർട്ടിലേക്ക് പോകേണ്ടത്, മത്സരം ജപ്പാനിൽ വെച്ചിട്ടല്ലേ എന്നൊക്കെ അപ്പൊ ചോദിക്കുന്നുണ്ട്. അമ്മയാണെങ്കിൽ അപ്പോഴാണ് അയൺ ബോക്സ് നാശായത് ശ്രദ്ധിക്കുന്നത്. ആളെ അച്ഛനെ വിളിക്കുമ്പോൾ ഇതൊക്കെ സിമ്പിൾ അല്ലേ, ഞാൻ റെഡിയാക്കി തരാമെന്ന് അച്ഛൻ പറയുന്നുണ്ട്. നമുക്ക് വേറെ ആളെ വിളിക്കാന്നൊക്കെ അമ്മ പറയുന്നുണ്ടെങ്കിലും അച്ഛൻ അതിന് സമ്മതിക്കുന്നില്ല. ടേക്ക് ആണെങ്കിലോ എയർപോർട്ടിലേക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് അച്ഛൻ അവനോട് അവൻ താമസിക്കുന്ന ഹോട്ടലിലെ നമ്പർ ചോദിക്കുന്നുണ്ട്. അതായത് എന്തെങ്കിലും ഒരു ആവശ്യം എന്നാ കോൺടാക്ട് ചെയ്യണ്ടേ. ടേക്ക് ആണെങ്കിൽ ഡ്രോയറിൽ നിന്ന് ആ നെയിം കാർഡ് എടുത്ത് അച്ഛന് കൊടുക്കുന്നുണ്ട്. അച്ഛൻ ആ നമ്പർ എഴുതി വെക്കുന്നുണ്ട്. അങ്ങനെ പുറത്തിറങ്ങുന്ന സമയത്ത് ഇവൻ ഡെക്സോനെ കാണുകയാണ്. അവളാണെങ്കിൽ കൂളായിട്ട് ഐസ്ക്രീം കഴിച്ചു വരികയായിരിക്കും. ഈ തണുപ്പത്ത് ഐസ്ക്രീം കഴിക്കുമ്പോൾ നിനക്ക് തണുക്കുന്നില്ലേ എന്ന് ടേക്ക് ചോദിക്കുകയാണ്. ഇവളാണെങ്കിൽ എന്താ നിനക്ക് തണുക്കുന്നുണ്ടോ എന്ന് തിരിച്ചു ചോദിക്കുന്നുണ്ട്. ആ ഉണ്ടെന്ന് പറയുമ്പോൾ ഇവൾ ആ കോട്ടിന്റെ സിബൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ ടേക്ക് ഞാൻ തിരിച്ചു വരുമ്പോൾ നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുകയാണ്. ഇവളാണെങ്കിൽ നീ എനിക്ക് വാങ്ങി തരൂ എന്ത് പറഞ്ഞാലും എന്ന് ചോദിക്കുന്നുണ്ട്. ഇവനാണെങ്കിൽ എന്ത് വേണമെങ്കിലും പറഞ്ഞു എന്ന് പറയുമ്പോ ഓ വേണ്ട, ഞാൻ എന്ത് പറഞ്ഞാലും നീ മറക്കും, അതുകൊണ്ട് എനിക്ക് ഒന്നും വേണ്ട എന്ന് പറയുകയാണ്. ടേക്ക് ആണെങ്കിൽ ഞാൻ സീരിയസ് ആയിട്ട് ചോദിച്ച് എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, കഴിഞ്ഞ പ്രാവശ്യം നീ മത്സരത്തിന് പോയി വന്നപ്പോ അവര് നിനക്ക് സമ്മാനത്തിന്റെ കൂടെ കുറെ കീ ചെയിനും ടവൽസും ഒക്കെ തന്നില്ലേ, അതെന്തെങ്കിലും തരികയാണെങ്കിൽ എനിക്ക് അത് മതി എന്ന് ഡെക്സോന പറയുകയാണ്. അങ്ങനെ ബായി പറഞ്ഞ് ടേക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് ഞാനെങ്ങാനും ഈ ഗെയിമിൽ തോറ്റാ കുഴപ്പമൊന്നും ഇല്ലാലേ എന്ന് ചോദിക്കുകയാണ്. എന്ത് കുഴപ്പം, ഒരു കുഴപ്പമില്ല, നീ നന്നായി കളിച്ചു വാ എന്നാണ് അപ്പൊ ഡെക്സോന പറയുന്നത്. അങ്ങനെ ടേക്ക് പോകുന്നതും ഡെക്സോനയുടെ വീട്ടിലാണെങ്കിലോ അമ്മ ഭയങ്കര വിഷമത്തിലിരിക്കുകയായിരിക്കും. കാരണം ടെസ്റ്റിന്റെ റിപ്പോർട്ട് ഇതുവരെ വന്നിട്ടില്ല. അച്ഛനാണെങ്കിൽ അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഫ്രൈഡ് ചിക്കൻ ഒക്കെ വാങ്ങി കഴിക്കുന്നൊക്കെ പറയുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് നീ കഴിച്ചിട്ടില്ലല്ലോ, ഇങ്ങനെയാണെങ്കിൽ ടെസ്റ്റ് വരുന്നതിന് മുന്നേ നീ മരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ടെസ്റ്റിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാവും എന്നൊക്കെ അമ്മ ചോദിക്കുമ്പോൾ എന്ത് കുഴപ്പം, ഒരു കുഴപ്പം ഉണ്ടാവില്ല എന്ന് അച്ഛൻ പറയുകയാണ്. അമ്മയാണെങ്കിൽ പിന്നെ നിങ്ങൾ ഡോക്ടർ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഡോക്ടറൊന്നുമല്ല, പക്ഷെ നീ കണ്ടില്ലേ നേഴ്സും ഡോക്ടറൊക്കെ വളരെ കൂളായിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നേ, നിനക്കൊരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് അമ്മയെ മാക്സിമം സമാധാനിപ്പിക്കുന്നുണ്ട്. കിമ്മിന്റെ വീട്ടിലാണെങ്കിലോ കിമ്മിന്റെ അമ്മ റൂമിലേക്ക് വരുമ്പോ കാണുന്നത് അച്ഛൻ അയൺ ബോക്സിന്റെ പ്ലഗ് കുത്തുന്ന ആ ഭാഗം കത്രിക കൊണ്ട് കട്ട് ചെയ്ത് കളയുന്നതാണ്. അമ്മയാണെങ്കിൽ ദേഷ്യത്തിൽ നിങ്ങൾ എന്തേ കാണിക്കുന്നത്, നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ മാറി നിൽക്കുന്നൊക്കെ പറയുമ്പോ എനിക്കറിയാം, നീ അങ്ങ് പോയേ, ഞാൻ നന്നായി റെഡിയാക്കാന്നൊക്കെയാണ് അച്ഛൻ പറയുന്നത്. അമ്മയാണെങ്കിൽ ഈ പിള്ളേരൊന്നും കാണാനില്ലല്ലോ, ഇവരിതൊക്കെ എവിടെ പോയി എന്ന് പറയുന്നതും പിന്നീട് കാണിക്കുന്നത് ടേക്കിന്റെ റൂമിലിരുന്ന് ജങ്ങും സ്പെക്സുകാരനും നോളും ഡെക്സോനയൊക്കെ കാർഡ് പോലത്തെ ഒരു ഗെയിം കളിക്കുന്നതായിരിക്കും. നോളാണെങ്കിൽ എനിക്ക് ഈ ഗെയിം ഒന്നും അറിയില്ല ചേട്ടാ എന്ന് ജങ്ങിനോട് പറയുമ്പോ നീ പേടിക്കണ്ട, ഇതൊക്കെ സിമ്പിൾ അല്ലേ, ഞാൻ പറഞ്ഞു തരാന്ന് ജങ് പറയുന്നുണ്ട്. അങ്ങനെ കളി തുടങ്ങുമ്പോ കാണുന്നത് നോൾ അങ്ങ് കുതിച്ചു പോകുന്നതാണ്. നിനക്കല്ലേ ഗെയിം അറിയില്ല എന്ന് പറഞ്ഞ് എന്നിട്ടിപ്പോ നിനക്ക് എല്ലാം കിട്ടുന്നുണ്ടല്ലോ എന്നപ്പോ സ്പെക്സുകാരൻ ഇവനോട് ദേഷ്യത്തിൽ ചോദിക്കുന്നുണ്ട്. നോൾ ആ സമയത്ത് എന്തോ ഡൗട്ട് ചോദിക്കുമ്പോ ഡെക്സോൻ ഇവനോട് ചൂടാവുകയാണ്. അപ്പൊ ജങ്ങാണെങ്കിൽ നിനക്ക് അറിയാത്ത കാര്യങ്ങള് അത് താഴെയുള്ളവർ പറയുമ്പോ നിനക്കത് ശ്രദ്ധിച്ച് എന്താ കുഴപ്പമെന്ന് ചോദിക്കുമ്പോ ഡെക്സോനെ തിരിച്ചു ചോദിക്കുന്നത് അവനേക്ക് താഴെയാണോ ഞാൻ എന്നാണ്. ഇത് കേൾക്കുന്ന സ്പെക്സുകാരനാണെങ്കിൽ 999 1000 റാങ്ക് തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എന്ന് പറയുകയാണ്. അപ്പൊ ഡെക്സോനെയാണെങ്കിൽ നീയും ലാസ്റ്റ് പ്ലേസ് തന്നെയല്ലേ എന്നപ്പോ ചോദിക്കുന്നുണ്ട്. സ്പെക്സുകാരനാണെങ്കിൽ അപ്പൊ ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ ഇവരിവിടെ ഗെയിം കളിക്കുകയാണെങ്കിൽ ബോറാനയും സുൻവോയും അവർ രണ്ടുപേരും എവിടേക്കോ പോയി തിരിച്ചു വരുന്നതും വഴിയിൽ വെച്ച് അവർ സെപ്പറേറ്റ് ആവുകയാണ്. എന്തത്ര ധൃതി എന്ന് സുൻവോ ചോദിക്കുമ്പോൾ വീട്ടിലേക്ക് പോയിട്ട് അത്യാവശ്യം ഉണ്ടെന്ന് ബോറാന പറയുകയാണ്. വീട്ടിലെത്തുന്ന ബോറാന കാണുന്നതോ അമ്മ തളർന്നു കിടക്കുന്നതാണ്. ഇവള് വരുമ്പോ അമ്മയാണെങ്കിൽ നീ വന്നോ, ഫുഡ് റെഡിയാക്കാന്ന് പറയുകയാണ്. വേണ്ട, നമുക്കിന്ന് പുറത്തുനിന്ന് കഴിക്കാന്ന് അപ്പൊ ബോറാന പറയുന്നുണ്ട്. അവളാണെങ്കിൽ അച്ഛനെ നോക്കിയിട്ട് എന്തായി, റിസൾട്ട് വന്നോ, കോള് വന്നോ എന്നൊക്കെ ആംഗ്യം കൊണ്ട് ചോദിക്കുകയാണ്. അച്ഛനാണെങ്കിൽ ഇല്ല എന്ന് പറയുന്നുണ്ട്. ഇതേ സമയം അയൺ ബോക്സ് റെഡിയാക്കാനിരുന്ന കിമ്മിന്റെ അച്ഛൻ ആ വയറ് സാമ്പാറിലേക്ക് അരിയുന്ന പോലെ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചതാണ് കയറി വരുന്ന അമ്മ കാണുന്നത്. അമ്മയാണെങ്കിൽ ദേഷ്യത്തിൽ നിർത്താൻ പറയുന്നുണ്ട്. അച്ഛനാണെങ്കിൽ സോറി, എനിക്കിത് നേരെയാക്കാൻ പറ്റിയില്ല, ഇത് ആർക്കും നേരെയാക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോ നിങ്ങളോട് ഞാൻ അപ്പോഴേ നേരെയാക്കണ്ടെന്ന് പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞ് അച്ഛനിട്ട് നന്നായി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ടേക്കിന്റെ വീട്ടിൽ നിന്ന് ഇവര് കളിയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോ ജങ് ഡെക്സോനയോട് മാഗിയെ പറ്റി ചോദിക്കുകയാണ്. അവള് ഹോസ്പിറ്റലല്ലേ ചേട്ടാ, ഡിസ്ചാർജ് ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോ ഞാൻ അവളെ ഹോസ്പിറ്റലിലേക്ക് പോയി കണ്ടാലോ എന്ന് വിചാരിക്കുന്നുണ്ട്. എന്താ അവൾക്ക് ഇഷ്ടം, ഞാൻ ഒരുപാട് ഫ്ലവേഴ്സ് കൊണ്ടായാലോ എന്ന് ചോദിക്കുമ്പോ അവളുടെ റൂമിൽ മൊത്തം ഫ്ലവേഴ്സ് ഉണ്ടെന്ന് ഡെക്സോന പറയുകയാണ്. അപ്പൊ ജങ്ങാണെങ്കിൽ എന്നൊരു കാര്യം ചെയ്യാൻ കേക്ക് വാങ്ങാന്ന് പറയുമ്പോ അവൾക്ക് കേക്കൊന്നും ഇഷ്ടമല്ല എന്നപ്പോ ഡെക്സോന പറയുന്നുണ്ട്. എന്നാ പിന്നെ എന്താ വാങ്ങുക എന്ന് ചോദിക്കുന്ന ജങ്ങിനോട് ചേട്ടാ ഒന്നും വാങ്ങണ്ട, അവള് നല്ല റിച്ച് അല്ലേ, അവളുടെ അടുത്ത് എല്ലാ സാധനങ്ങളും ഉണ്ട്, അവൾക്ക് ഒന്നിനൊരു കുറവില്ല, പിന്നെ അവൾ ഇപ്പൊ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് പുറത്തേക്കൊന്ന് ഇറങ്ങാനായിരിക്കും, അത് വേണമെങ്കിൽ അവൾ ഡിസ്ചാർജ് ചെയ്തതിനു ശേഷം നമുക്ക് എല്ലാവർക്കും കൂടി പുറത്തേക്ക് പോകാനുള്ള ഒരു പ്ലാൻ ചെയ്യാം, ഇപ്പൊ ചേട്ടൻ അങ്ങോട്ട് പോകാതിരിക്കുന്നത് നല്ലത്, അവളുടെ അച്ഛൻ അവിടെ ഉണ്ടായിരിക്കും, ആള് കാണുന്ന പോലെയല്ല ഭയങ്കര ഭീകരനാണെന്നൊക്കെ പറഞ്ഞ് ഡെക്സോൻ അവിടെ നിന്നും പോവുകയാണ്. ഇതേ സമയം ടേക്കിന്റെ അച്ഛനാണെങ്കിലും സുൻവോന്റെ വീട്ടില് അവരുടെ നാശായ VCR റെഡിയാക്കുന്നതിന്റെ തിരക്കിലായിരിക്കും. അതൊക്കെ റെഡിയാക്കി പോകാൻ നോക്കുമ്പോ ജീഞ്ചു ആളെ വിടുന്നില്ല. ജീഞ്ചും ടേക്കിന്റെ അച്ഛനും ഇപ്പൊ നല്ല കൂട്ടാണല്ലോ. ഇത് കാണുന്ന സുൻവോന്റെ അമ്മയാണെങ്കിൽ എന്നാ പിന്നെ നമുക്ക് ഡിന്നർ കഴിച്ച് പോവാന്ന് പറയാണ്.
അങ്ങനെ ഇവർ ഡിന്നർ കഴിക്കുന്ന ടൈമില് സുൻവോന്റെ അമ്മ എന്റെ ഒരു പാക്കറ്റ് പൊളിക്കുന്നതും അതിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ടേക്കിന്റെ അച്ഛൻ ഹെൽപ്പ് ചെയ്യുന്ന കറക്റ്റ് ടൈമിലാണ് സുൻവോ കയറി വരുന്നത്. സുൻവോയ്ക്ക് അത് അത്ര ഇഷ്ടമാകുന്നില്ല. പക്ഷെ അവന്റെ മുഖത്ത് വലിയ എക്സ്പ്രഷൻ ഒന്നും കാണുന്നില്ല. സുൻവോന്റെ അമ്മയാണെങ്കിൽ വളരെ കൂളായി നീ വന്നോ, ഫുഡ് എടുത്ത് വെക്കാന്നൊക്കെ പറയുകയാണ്. ടേക്കിന്റെ അച്ഛനാണെങ്കിൽ VCR നാശായിരിക്കും, മോൾക്ക് കാർട്ടൂൺ ഒന്നും കാണാൻ പറ്റില്ല, അതുകൊണ്ട് റെഡിയാക്കാൻ വന്നേന്നൊക്കെ പറയുന്നുണ്ട്. സുൻവോ നോക്കുമ്പോ കാണുന്നത് എന്താ, ജീൻജു ടേക്കിന്റെ അച്ഛനായിട്ട് വളരെയധികം ക്ലോസ് ആയതാണ്. സുൻവോന്റെ അമ്മയാണെങ്കിൽ ബോറാനയുടെ അമ്മയുടെ റിസൾട്ട് ഇതുവരെ വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കുന്നതും പിന്നീട് കാണിക്കുന്നത് ബോറാനയുടെ വീട്ടിലെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നതും ഫുഡ് കഴിച്ചതിന് ശേഷം നോളാണെങ്കിൽ ജങ് ചേട്ടന്റെ വീട്ടിലേക്കാണെന്നും ഡെക്സോണി ആണെങ്കിൽ ഫ്രണ്ടിന്റെ വീട്ടിലേക്കാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. എന്നാൽ ബോറാനിക്ക് അതിന് കഴിയില്ല, കാരണം ടെസ്റ്റ് ചെയ്യാൻ കൊടുത്ത കാര്യം ഇവൾക്ക് മാത്രമല്ലേ അറിയുള്ളൂ. അങ്ങനെ എല്ലാവരും ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. കിമ്മിന്റെ അമ്മയും ഏകദേശം ഇതേ അവസ്ഥയിൽ തന്നെയായിരിക്കും. അതായത് കിമ്മിന്റെ അമ്മ ആകെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോ അച്ഛൻ വന്ന് പറയുന്നത് ഒരു അയൺ ബോക്സ് അല്ലേ, നമുക്കത് പുതിയത് വാങ്ങാം എന്നാണ്. അമ്മയാണെങ്കിൽ ദേഷ്യത്തില് അയൺ ബോക്സ് നാശമായതിനൊന്നും എനിക്ക് വിഷമമില്ല, ഇതുവരെ ടെസ്റ്റിന്റെ റിസൾട്ട് വന്നിട്ടില്ല, എന്തായിരിക്കും എന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കുന്ന ഒരു സീനും കാണിക്കുന്നുണ്ട്. അങ്ങനെ ബോറാനയുടെ വീട്ടിലെ ആ ടെസ്റ്റ് റിപ്പോർട്ടിന്റെ കോള് വരികയാണ്. കോൾ എടുക്കുന്നതാണെങ്കിലോ ബോറാനയുടെ അമ്മയാണ്. കോൾ എടുത്തതിന് ശേഷം അമ്മയ്ക്ക് ഹാപ്പി ആവുകയാണ്. അതായത് ടെസ്റ്റില് ഒരു വേരിയേഷനും ഇല്ല. അച്ഛനാണെങ്കിൽ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ കുഴപ്പമില്ല, നീ വെറുതെ ടെൻഷൻ അടിച്ചതാണ്, എനിക്ക് ഇത്തിരി പോലും ടെൻഷൻ ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോ അത് ശരിയാണ്, ഞാൻ ഇത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തളർന്നു പോകുന്ന വിചാരിച്ചത്, പക്ഷെ ഞാൻ വിചാരിച്ച പോലെയല്ല, നിങ്ങൾക്ക് ഭയങ്കര ധൈര്യമാണ്, നിങ്ങൾ എന്നെ എത്രത്തോളം സമാധാനിപ്പിച്ചു, നിങ്ങൾ ബെസ്റ്റ് ആണ് എന്നൊക്കെ അപ്പൊ അമ്മ അച്ഛനെ നോക്കി പറയുന്നുണ്ട്. ആ ടൈമിലാണ് കിമ്മിന്റെ അമ്മയും അച്ഛനും കൂടി അങ്ങോട്ട് വരുന്നത്. ഇവരുടെ ഹാപ്പിനെസ് കാണുമ്പോൾ ഏകദേശം ടെസ്റ്റിന്റെ കാര്യം അവർക്കും മനസ്സിലാവുന്നുണ്ട്. എന്തായാലും ഈ സന്തോഷം നമുക്ക് സെലിബ്രേറ്റ് ചെയ്താലോ എന്ന് കിമ്മിന്റെ അച്ഛൻ ചോദിക്കുമ്പോ അതിനെന്താ, നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് ഡെക്സോണയുടെ അച്ഛൻ പറയുകയാണ്. കിമ്മിന്റെ അമ്മയാണെങ്കിൽ എന്നാ ശരി നമുക്ക് ഡ്രിങ്ക്സ് ഒക്കെ സെറ്റ് ആക്കാന്ന് പറയുമ്പോൾ കിമ്മിന്റെ അച്ഛൻ പറയുന്നത് അത് വരട്ടെ, ഡെക്സോണയുടെ അച്ഛന്റെ കയ്യില് കുറെ വർഷങ്ങളായിട്ട് പ്രത്യേകം തയ്യാറാക്കി വെച്ച ഒരു ലിക്വർ ഉണ്ട്, അത് നമുക്ക് എടുക്കാന്ന് പറയുകയാണ്. ഇത് കേൾക്കുന്നതും ഡെക്സോണയുടെ അമ്മയാണെങ്കിൽ ബെസ്റ്റ്, ആളത് എടുക്കുന്നു തോന്നുന്നില്ല, കാരണം അത് അത്രയ്ക്കും വിലപ്പെട്ടതാണ്, ആള് ബോറാനയുടെ മാരേജിനൊക്കെ എടുക്കാന്നാ പറയുന്നത്, ആളത് തരുന്നു തോന്നുന്നില്ല എന്ന് പറയുകയാണ്. അതായത് ഡെക്സോണയുടെ അച്ഛന് ആ ലിക്വർ പൊട്ടിക്കുന്നതിൽ ഒരു താല്പര്യമില്ല, ആള് മാക്സിമം ഒഴിഞ്ഞു മാറാൻ നോക്കുന്നുണ്ട്. ആ സമയത്ത് കിമ്മിന്റെ അച്ഛനാണെങ്കിൽ ഡെക്സോണയുടെ അമ്മയെ നോക്കി ഡെക്സോണയുടെ അമ്മയ്ക്ക് ഒരു കാര്യം അറിയോ, അതായത് എന്ന് പറയുമ്പോഴേക്കും ഡെക്സോണയുടെ അച്ഛൻ ചാടി വീണ് ഇപ്പൊ എന്താ വേണ്ടേ, ലിക്കർ പൊട്ടിക്കണം, അത്രയല്ലേ ഉള്ളൂ, ശരി ലിക്കർ പൊട്ടിക്കാന്ന് പറയാണ്. അതായത് എന്തോ ഒരു സീക്രട്ട് നടക്കുന്നുണ്ട്. ഇതേ സമയം സുൻവോന്റെ വീട്ടിലാണെങ്കിൽ സുൻവോന്റെ അമ്മ ഭയങ്കര കാര്യമായിട്ട് അന്ന് നമ്മുടെ ബ്ലോക്കിൽ കള്ളം കയറിയില്ലേ, ആളുടെ കയ്യിൽ കത്തിയുണ്ടായിരുന്നു, നമ്മുടെ നെയ്ബറായ ആ ഐസുകാരന്റെ വീട്ടിലല്ലേ കയറിയത്, അയാളുടെ കയ്യിൽ മുറിവൊക്കെ പറ്റി എന്ന് സുൻവോന്റെ അമ്മ പറയുമ്പോ സുൻവോ ആകെ പേടിക്കുന്നുണ്ട്. സുൻവോന്റെ അമ്മയാണെങ്കിൽ ടേക്കിന്റെ അച്ഛനെ നോക്കി ചേട്ടനത് കേൾക്കുമ്പോ പേടിയില്ലേ എന്ന് ചോദിക്കുകയാണ്. ആളാണെങ്കിൽ കൂളായി ഒരു സ്നാക്ക് എടുത്ത് കഴിച്ച് പേടി തോന്നുന്നുണ്ടെന്ന് പറയുകയാണ്. ഇത് കാണുമ്പോ സുൻവോയ്ക്ക് ചിരി സഹിക്കാൻ കഴിയുന്നില്ല. സുൻവോന്റെ അമ്മയാണെങ്കിൽ ദേ ആ കേറിയ ആള് വേറൊരാളെ കുത്തിയെന്ന്, ചേട്ടൻ ഇപ്പോഴും പേടി തോന്നുന്നില്ലേ എന്ന് ചോദിക്കുമ്പോ പേടി തോന്നുന്നുണ്ടെന്ന് ആള് വീണ്ടും കൂളായി പറയുന്നത് കേട്ട് ബെസ്റ്റ്, ഞാനിത് ആരോടാ പറയുന്നതെന്ന് സുൻവോന്റെ അമ്മ പറയുകയാണ്. ആ സമയത്താണ് പെട്ടെന്ന് ന്യൂസില് ടോക്കിയോയിലേക്ക് പുറപ്പെട്ട ഇന്നത്തെ ഫ്ലൈറ്റ് തകർന്നെന്നും അതിൽ 82 പാസഞ്ചേഴ്സ് ഉണ്ടായിരുന്നു, അതിൽ എത്ര പേര് കൊറിയൻസ് ഉണ്ടെന്ന് അറിയില്ല എന്നൊക്കെ പറയുന്നതും, അതുപോലെ ചെസ് കളിക്കാൻ ടൂർണമെന്റിലേക്ക് പോയ ചോയ് ടേക്ക് ആ ഫ്ലൈറ്റിലുണ്ടായിരുന്നു എന്ന് സംശയമാണ് എന്നൊക്കെ ന്യൂസിൽ കേൾക്കുമ്പോൾ എല്ലാവരുടെയും കിളി പോവാണ്. സുൻവോന്റെ അമ്മയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് ഇനിയിപ്പോ എന്താ ചെയ്യാ എന്നൊക്കെ ചോദിക്കുമ്പോൾ സുൻവോയാണെങ്കിൽ ആളുടെ വല്ല നമ്പർ ഉണ്ടോ അങ്കിളെ എന്ന് ചോദിക്കുകയാണ്. ടേക്കിന്റെ അച്ഛനാണെങ്കിൽ വീട്ടിൽ പോയിട്ട് നേരത്തെ എഴുതിയ ആ പേപ്പർ നോക്കുമ്പോൾ അത് നനഞ്ഞ് അതിലെ നമ്പറൊക്കെ പോയിട്ടുണ്ടായിരിക്കും. ഇത് കണ്ട് ടെൻഷൻ ആവുന്ന സുൻവോന്റെ അമ്മയാണെങ്കിൽ മോനെ നീ പോയി അക്കാദമിയിലേ പോയി അന്വേഷിക്കുന്നു പറയാണ്. ആ ടൈമിലാണ് ടേക്കിന്റെ അച്ഛൻ ഒരു കാര്യം ഓർമ്മ വരിക, അതായത് ആ ഹോട്ടലിന്റെ കാർഡ് അവന്റെ ഡ്രോയറിൽ വെച്ചിട്ടാണ് പോയിട്ടുള്ളതെന്ന്, ആളത് നോക്കാമെന്ന് പറയുന്നുണ്ട്. ഇതേ സമയം ഡെക്സോണയുടെ അച്ഛനാണെങ്കിൽ ആ ലിക്കർ കാണിച്ചു കൊടുക്കുമ്പോൾ കിമ്മിന്റെ അച്ഛനത് തീരെ വിശ്വാസം വരുന്നില്ല. അങ്ങനെ ഇവർ ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോഴാണ് ടിവിയിലെ ടേക്കിന്റെ ന്യൂസ് കാണുന്നത്. പിന്നീട് അവിടുന്ന് എല്ലാവരും കൂടി ടേക്കിന്റെ വീട്ടിലേക്ക് ഓടുന്നതാണ് കാണിക്കുന്നത്. സ്പെക്സുകാരന്റെ അച്ഛനാണെങ്കിൽ ടേക്കിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് എല്ലാവരോടായിട്ട് അവൾക്ക് ഒരു കുഴപ്പമില്ല, ആള് സേഫ് ആണെന്ന് പറയുകയാണ്. മാത്രമല്ല ആളിപ്പോ ടേക്കിന്റെ കോച്ചിനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ കിമ്മിന്റെ അച്ഛൻ ടേക്കിന്റെ അച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. സ്പെക്സുകാരന്റെ അച്ഛനാണെങ്കിൽ ഇതുപോലൊരു മനുഷ്യനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല, ആളെന്ത് കൂളായിട്ട് സംസാരിക്കുന്നത് എന്നാണ് അപ്പൊ പറയുന്നത്. ഇതേ സമയം ടേക്കിന്റെ അച്ഛൻ ടേക്കിനോട് സംസാരിക്കുന്നത് കാണിക്കുന്നുണ്ട്. അങ്ങനെ വന്ന ടീംസ് ഒക്കെ വീട്ടിലേക്ക് കയറുന്ന സമയത്ത് ഡെക്സോണയുടെ അച്ഛൻ കിമ്മിന്റെ അച്ഛനോടാണെങ്കിൽ ഇയാളെ സമ്മതിക്കണം കേട്ടോ, സാധാരണ മക്കൾക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അച്ഛന്മാര് എന്തോരം ടെൻഷൻ അടിക്കും, ഇയാൾക്ക് ഒരു ടെൻഷനും ഇല്ല, ഇത്രയ്ക്കും കാമായിട്ടുള്ള മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല, അയാൾ ശരിക്കും നോർമൽ അല്ലാട്ടോ എന്ന് പറയുകയാണ്. കിമ്മിന്റെ അച്ഛനൊപ്പം അത് ശരി വെക്കുന്നുണ്ട്.
ടേക്കാണെങ്കിൽ അച്ഛനോട് ഫോണിലൊക്കെ സംസാരിച്ച് ഫോൺ വെക്കുന്ന സമയത്ത് കോച്ച് റൂമിലേക്ക് വരുന്നുണ്ട്. അപ്പോഴാണ് ടിവിയിലെ ടേക്ക് തന്നെ പറ്റിയിട്ടുള്ള ന്യൂസ് കാണുന്നത്. ഇത് കണ്ട് ടേക്കിന്റെ കിളി പോകുന്നുണ്ട്. കോച്ചാണെങ്കിൽ ഇത് കുഴപ്പമില്ല, ഈവനിങ് ന്യൂസ് ആണ്, ഞാൻ റിപ്പോർട്ടേഴ്സിനോടൊക്കെ തനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, ന്യൂസ് മാറി വന്നോളൂ എന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ കോച്ച് ടേക്കിനോട് അച്ഛൻ വിളിച്ചിരുന്നില്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോ അച്ഛൻ ഈ ന്യൂസ് അറിഞ്ഞിട്ടില്ലെന്നാ തോന്നുന്നത്, അച്ഛൻ എന്നോട് ഭയങ്കര കാമായിട്ടാ സംസാരിച്ചത്, ഇനി പറഞ്ഞാൽ പോലും അച്ഛൻ അങ്ങനെ ടെൻഷനൊന്നും അടിക്കില്ല എന്ന് ടേക്ക് പറയുന്നത് കേട്ട് കോച്ചാണെങ്കിൽ നിനക്കെന്താ ഭ്രാന്തുണ്ടോ, ഇങ്ങനെ ഒരു ന്യൂസ് കേട്ടാ ആരെ പേടിക്കാതിരിക്കുക, നിന്റെ അച്ഛൻ വിളിച്ച് സംസാരിച്ച് എന്റെ ചെവിക്കല്ല് പൊട്ടിയില്ലെന്നുള്ളൂ, അത്രയ്ക്കും ടെൻഷൻ ആയിട്ടാണ് ആള് സംസാരിച്ചത്, ഇതുവരെയായിട്ട് നിന്റെ അച്ഛൻ ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, നീ സേഫ് ആണെന്ന് പറഞ്ഞതിന് ശേഷമാണ് ആളൊന്ന് കൂളായതെന്നപ്പോ കോച്ച് പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് ടീക്ക് കീഴി പോയി നിൽക്കുന്ന സമയത്താണ് സുൻവോന്റെ കോള് വരുന്നത്. എന്തുമാത്രം നിങ്ങൾ ടെൻഷൻ അടിച്ചു എന്നറിയോ, നീ എന്താ ഫോൺ എടുക്കാഞ്ഞതെന്ന് സുൻവോ ചോദിക്കുമ്പോ ഞാൻ കുളിക്കുകയായിരുന്നു എന്നാണ് ടേക്ക് അതിന് മറുപടി പറയുന്നത്. സുൻവോയാണെങ്കിൽ എടാ നിന്റെ അച്ഛൻ ഇവിടെ എന്തൊക്കെ കാണിച്ചു കൂട്ടിയെന്നറിയോ, എന്ത് കരച്ചിലായിരുന്നു എന്നറിയോ, അത് മാത്രമല്ല നിന്റെ അച്ഛൻ ശരിക്കും ഒരു സൂപ്പർമാൻ ആയിരുന്നു എന്ന് പറയുന്നത് കേട്ട് എന്താ സംഭവം എന്ന് ടേക്ക് ചോദിക്കുകയാണ്. അതായത് വേറെ ഒന്നുമല്ല, ഇവർ ആ ഡ്രോയറിൽ നിന്ന് ഹോട്ടലിന്റെ നമ്പർ എടുക്കാൻ പോയ സമയത്ത് ആ ഡ്രോയർ ടേക്ക് ഓൾറെഡി പൂട്ടിയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അത് എത്ര വലിച്ചിട്ട് ഇവർക്ക് തുറക്കാൻ കഴിഞ്ഞില്ല. ടേക്കിന്റെ അച്ഛനാണെങ്കിൽ ആ ഒരു ടെൻഷനിലൊക്കെ അത് കൈകൊണ്ട് ഒറ്റയടിക്കാണ് പൊട്ടിക്കുന്നത്. അതിനുശേഷം വിളിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ സുൻവയാണ് ഹോട്ടലിലേക്ക് വിളിക്കുന്നത്. ആ സമയത്ത് ടേക്ക് കുളിക്കുന്നത് കൊണ്ട് ഫോൺ എടുത്തതാണെങ്കിലോ കോച്ചായിരുന്നു. ഈ ഫോണൊക്കെ എടുക്കാതായപ്പോ തന്നെ ടേക്കിന്റെ അച്ഛൻ കൺട്രോളൊക്കെ വിട്ട് ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. കോച്ചാണെങ്കിൽ ഫോൺ എടുത്തതിനു ശേഷം സംസാരിക്കുമ്പോഴേക്കും ടേക്കിന്റെ അച്ഛൻ വളരെ ദേഷ്യത്തിൽ ഉറക്കെയാണ് ടേക്ക് ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നത്. ഇത് കണ്ടിട്ട് കോച്ചിനൊന്നും മനസ്സിലാവുന്നില്ല. സുൻവയാണെങ്കിൽ ടിവിയിലെ ന്യൂസിനെ പറ്റി പറയുമ്പോൾ കോച്ച് അത് അറിഞ്ഞിട്ട് പോലും ഉണ്ടായിരിക്കില്ല. എന്തായാലും ടേക്ക് ഓക്കെ ആണെന്ന് പറയുമ്പോഴാണ് ഇവർക്ക് എല്ലാവർക്കും ഒന്ന് സമാധാനമാകുന്നത്. അതിനുശേഷം പിന്നീട് കോച്ച് ഈ ന്യൂസിനെ പറ്റി അറിയുന്നുണ്ട്. പിന്നീട് ടേക്ക് കുളി കഴിഞ്ഞ് വരുമ്പോൾ വീണ്ടും ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടേക്കിന്റെ അച്ഛൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞതുകൊണ്ട് തന്നെ വളരെ കൂളായിട്ടാണ് ടേക്കിനോട് സംസാരിക്കുന്നത്. ടേക്ക് ഈ സംസാരം മാത്രമല്ലേ കേട്ടിട്ടുള്ളൂ, അതുകൊണ്ട് അച്ഛൻ ഒരു കുഴപ്പമില്ല, അച്ഛൻ വളരെ കൂളായിരുന്നു എന്നാണ് ടേക്ക് ഇതുവരെ വിശ്വസിച്ചിരുന്നതും. ഫോണൊക്കെ വെച്ചതിനു ശേഷം സുന്നു പറഞ്ഞ ഓരോ കാര്യങ്ങളും ആലോചിച്ച് ടേക്ക് ആകെ ഇമോഷണൽ ആവുകയാണ്. തന്റെ അച്ഛൻ തന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നൊക്കെ ടേക്ക് മനസ്സിലാക്കുകയാണ്. ഇതേ സമയം എല്ലാ കാര്യങ്ങളും അടങ്ങിയതിനു ശേഷം ടേക്കിന്റെ അച്ഛന് ആകെ നാണക്കേട് വരികയാണ്. സുൻവോന്റെ അമ്മയെയും സുൻവോയെയും ഒന്നും ഫേസ് ചെയ്യാൻ കഴിയുന്നില്ല. കാരണം അതിന് മാത്രം കാര്യങ്ങളാണല്ലോ ചെയ്തു കൂട്ടിയത്. സുൻവോന്റെ അമ്മയാണെങ്കിൽ കളിയാക്കിക്കൊണ്ട് അതെ ഇത്രയും വെപ്രാളൊന്നും കാണിക്കരുത്, കുറച്ചൊക്കെ കാമാവാന്ന് പറയുന്നുണ്ട്. അങ്ങനെ ടേക്കിന്റെ അച്ഛൻ കടയൊക്കെ പൂട്ടുന്ന സമയത്താണ് മറ്റു രണ്ട് അച്ഛന്മാരും വന്ന് അവരെ ഡ്രിങ്ക്സ് അടിക്കാൻ വിളിക്കുന്നത്. അങ്ങനെ ഇവര് ഡ്രിങ്ക്സ് അടിക്കുന്ന സമയത്ത് ദക്സോനയുടെ അച്ഛനാണെങ്കിൽ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ടേക്കിന്റെ അച്ഛനോട് ചോദിക്കുകയാണ്. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെ ആണെന്ന് ടേക്കിന്റെ അച്ഛൻ പറയുന്നത് കേട്ട് കിമ്മിന്റെ അച്ഛനാണെങ്കിൽ തന്നെ സമ്മതിക്കണോടോ, ഞങ്ങളെങ്ങാനും ആയിരിക്കണം ഈ സ്ഥാനത്ത്, എന്തിന് ഈ ദക്സോനയുടെ അച്ഛനായിരുന്നെങ്കിലോ കരഞ്ഞു കുളിച്ചേനെ എന്ന് പറയുകയാണ്. ഇത് കേട്ട് ദക്സോനയുടെ അച്ഛൻ കിമ്മിന്റെ അച്ഛൻ ഇങ്ങനെ തുറച്ചു നോക്കുമ്പോ അല്ല കരയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, എന്താ ആണുങ്ങൾക്ക് കരയാൻ പാടില്ലേ എന്നൊക്കെ പറയുകയാണ്. ടേക്കിന്റെ അച്ഛനാണെങ്കിൽ എന്താ ദക്സോനോട് അച്ഛൻ കരഞ്ഞിരുന്നു എന്ന് ചോദിക്കുമ്പോ ബെസ്റ്റ് കരഞ്ഞിരുന്നു എന്നോ, ഇതുപോലൊരു മനുഷ്യൻ കരയുന്നത് ഈ അടുത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്ന് കിമ്മിന്റെ അച്ഛൻ പറയുകയാണ്. എന്നിട്ട് വിവരിക്കുന്നത് ഈ ബയോപ്സി റിപ്പോർട്ട് എടുക്കാൻ പോയി ആകെ ടെൻഷൻ അടിക്കുന്ന സമയത്ത് ദക്സോനോട് അച്ഛൻ ഡ്രിങ്ക്സ് അടിക്കാൻ പോയിരുന്നു. ആ ടൈമിൽ തന്നെ കിമ്മിന്റെ അച്ഛൻ അവിടേക്ക് വരുന്ന ഒരു സീൻ കാണിച്ചിരുന്നു. പിന്നീട് ഒന്നും അവിടെ കാണിച്ചിരുന്നില്ല. അന്ന് ആക്ച്വലി എന്താ സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദക്സോനോട് അച്ഛൻ ഓരോന്ന് എണ്ണിപ്പറക്കി ഭയങ്കര കരച്ചിലായിരുന്നു. ഇതിനെ പറ്റിയാണ് ഇപ്പൊ കിമ്മിന്റെ അച്ഛൻ ടേക്കിന്റെ അച്ഛനോട് പറയുന്നത്. കിമ്മിന്റെ അച്ഛൻ ഇങ്ങനെ കളിയാക്കുന്ന സമയത്ത് ദക്സോനയുടെ അച്ഛനാണെങ്കിൽ താൻ വല്ലാതെ വർത്താനൊന്നും പറയണ്ട, ഒരു അയൺ ബോക്സ് നേരാക്കാൻ കഴിയാതെ അതിന്റെ വയറ് 10-20 കഷ്ണമാക്കിയ ആളല്ലേ താനെന്ന് ചോദിക്കുകയാണ്. കിമ്മിന്റെ അച്ഛനാണെങ്കിൽ അതാരാ പറഞ്ഞെന്ന് ചോദിക്കുമ്പോ നമ്മുടെ അയൽവക്കത്തുണ്ടാവുന്ന കാര്യങ്ങളൊന്നും നമ്മളൊന്നും അറിയാറില്ലല്ലോ എന്നപ്പോ ദക്സോനയുടെ അച്ഛൻ കളിയാക്കി പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ പരിസരത്ത് ഒരു ധൈര്യമുള്ള ആളുണ്ടെങ്കിൽ അത് ടേക്കിന്റെ അച്ഛൻ തന്നെയാണെന്ന് ദക്സോനയുടെ അച്ഛൻ അപ്പൊ പറയുകയാണ്. കിമ്മിന്റെ അച്ഛനാണെങ്കിൽ തനിക്ക് എങ്ങനെയാ ഇത്രയും കാമായിട്ടിരിക്കാൻ പറ്റുന്നേ എന്നൊക്കെ ചോദിക്കുമ്പോ ടേക്കിന്റെ അച്ഛൻ വലിയ ഫിലോസഫി ഒക്കെ പറയുന്നുണ്ട്. അതായത് ഒരു സോൾജിയർ ഒക്കെ എങ്ങനെയാണ് വളരെയധികം കാമായിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ, എടുത്തു ചാടരുത്, അങ്ങനെ ഭയങ്കര ഡയലോഗ് അടിക്കുന്ന സമയത്ത് ഇവരുടെ കൂടെ തന്നെ ഡ്രിങ്ക്സ് അടിക്കുന്ന മറ്റൊരു ലേഡി അയ്യോ എലി എന്ന് പറഞ്ഞ് ഉറക്കെ കരയുകയാണ്. കിമ്മിന്റെ അച്ഛനും ദക്സോനയുടെ അച്ഛനും അത് നോക്കി തിരിയുമ്പോ കാണുന്നത് ടേക്കിന്റെ അച്ഛൻ പേടിച്ച് സ്റ്റൂളിൽ കയറി ഇരിക്കുന്നതാണ്. അത് കൊള്ളാം, തനിക്ക് എലിയെ പേടിയാണോ എന്ന് ഇവർ ചോദിക്കുമ്പോ പേടിയൊന്നും ഇല്ല എന്ന് പറയുന്ന ടേക്കിന്റെ അച്ഛൻ പിന്നീട് അവിടെ കിടന്ന് ഓടുന്നുണ്ട്. ഇവരാണെങ്കിൽ എടോ അത് പോയി ഇവിടെ വന്നിരിക്കുന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് തന്നെ ടേക്കിന്റെ അച്ഛനോട് ഇത് എലി എന്ന് പറഞ്ഞ് ഇവര് പേടിപ്പിക്കുമ്പോൾ ടേക്കിന്റെ അച്ഛൻ വീണ്ടും പേടിക്കുന്നുണ്ട്. അതിനുശേഷം ആള് വളരെ കൂളായിട്ട് ഇത് പേടിയൊന്നുമല്ല, ആക്ച്വലി ഒരു ട്രോമയാണ്, ഒരു 6 വയസ്സുള്ളപ്പോ എന്നെ ഒരു എലി കടിച്ചിട്ടുണ്ട്, അതിനുശേഷം എനിക്കൊരു രോഗം വന്നിട്ടുണ്ട്, അതിനുശേഷം ഞാൻ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു ആള് ഭയങ്കര ഡയലോഗ് അടിക്കുകയാണ്. ഇതെല്ലാം തന്നെ തൊട്ടപ്പുറത്തിരിക്കുന്ന സുൻവോയും ബോറാനയും കേട്ട് ചിരിക്കുന്നുണ്ട്. അവരിവരെ കണ്ട് മറിഞ്ഞിരിക്കുന്നതാണ്.
പിന്നീട് ബോറാനയുടെ ഒരു വോയിസ് ക്ലിപ്പാണ് കേട്ടോ പ്ലേ ചെയ്യുന്നത്. അതായത് ഞങ്ങളുടെ ബ്ലോക്കിലും സൂപ്പർ ഹീറോസ് ഒക്കെ ഉണ്ടായിരുന്നു, അവരെ എന്ത് കേടായാലും അപ്പൊ തന്നെ വന്ന് റിപ്പയർ ചെയ്യുന്നു പറഞ്ഞ് കാണിക്കുന്നത്. നേരത്തെ തല്ലി പൊട്ടിച്ച ആ ലോക്കർ ടേക്കിന്റെ അച്ഛൻ റെഡിയാക്കുന്നതും ജിഞ്ചു ആണെങ്കിൽ ഇത് റെഡിയാക്കിയതിനു ശേഷം കൈയടിക്കുന്നതാണ്. കിം ആണെങ്കിലോ ഹെയർ ഡ്രയർ ഉപയോഗിക്കുന്ന സമയത്ത് അത് നാശാകുന്നതും അപ്പൊ തന്നെ കിമ്മിന്റെ അച്ഛൻ അങ്ങോട്ട് ഓടി വന്ന് അത് എടുത്ത് റിപ്പയർ ചെയ്യാൻ പോകുന്നതുമാണ്. ബോറാന പറയുന്നത് എന്താന്ന് വെച്ചാൽ എന്ത് നാശായാലും സൂപ്പർമാൻസ് അപ്പൊ തന്നെ അവിടെ പ്രത്യക്ഷമാകും. അതുപോലെ ഈ സൂപ്പർമാൻസ് ഒക്കെ അവരുടെ വീക്ക്നെസ് ഒന്നും പുറത്ത് കാണിക്കില്ല എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. ഡെക്സോനയുടെ ഫാമിലി ഇരുന്ന് ഒരു മൂവി കാണുന്നതും എല്ലാവരും ഇരുന്ന് കരയുന്ന സമയത്ത് ഡെക്സോനയുടെ അച്ഛനാണെങ്കിൽ ഇതൊക്കെ എന്തെന്ന് പറഞ്ഞ് കൂളായി ഇരിക്കുന്നതാണ്. എന്നാൽ ഇവരെല്ലാവരും പോയതിനു ശേഷം ഡെക്സോനയുടെ അച്ഛൻ ഏങ്ങലടിച്ച് കരയുന്നുണ്ട്. അതുപോലെ തന്നെ ജിൻജുവും സുൻവോന്റെ അമ്മയും ആ റൂമിൽ നിന്ന് പോയതിനു ശേഷം കൂളായി പെട്ടിയൊക്കെ റെഡിയാക്കിയ ടേക്കിന്റെ അച്ഛൻ കൈയൊക്കെ വേദനിച്ച് കൈയൊക്കെ നന്നായി കുടയുന്നുണ്ട്. വീണ്ടും ബോറാനയുടെ വോയിസ് തന്നെയാണ് കേൾക്കുന്നത്. ഇവരൊക്കെ സൂപ്പർമാൻസ് തന്നെയാണ്, അതുപോലെ തന്നെ ഇവരെല്ലാം നോർമൽ ആയിട്ടുള്ള മനുഷ്യന്മാരുമാണ്. ആർക്കും അറിയില്ല അച്ഛന്മാര് എന്തോരം സങ്കടങ്ങളും ഡിഫിക്കൽട്ടീസും എന്തെല്ലാം സാക്രിഫൈസ് ഒക്കെ ചെയ്യുന്നുണ്ടെന്ന്. അവരെല്ലാം ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇതെല്ലാം സഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവർക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ കുറച്ച് ആളുകളുണ്ട്. അത് അവരുടെ ഫാമിലിയാണ്, അവരെ ഡിപ്പെൻഡ് ചെയ്ത് അവരുടെ മക്കളുണ്ട്. അച്ഛന്മാരൊക്കെ സൂപ്പർ ഹീറോസ് തന്നെയാണ് എന്ന് ബോറാന പറയുന്നതിലൂടെ ആ ഒരു സീൻ അവിടെ അവസാനിക്കുകയാണ്. അങ്ങനെ ലാസ്റ്റ് സീനിൽ കാണിക്കുന്നത് പിറ്റേ ദിവസം മോർണിംഗില് നോട് ഒരു ന്യൂസ് പേപ്പറുമായി ഡെക്സോനയുടെ അടുത്തേക്ക് വരുന്നതും ടേക്കിന് ഫസ്റ്റ് പ്രൈസ് ആയിട്ടുള്ള എന്ത് തുകയാ കിട്ടുന്നതെന്ന് അറിയോ എന്നൊക്കെ പറയുന്നതാണ്. അതായത് ആ ജപ്പാൻ കോമ്പറ്റീഷനിലെ ടേക്ക് ആയിരിക്കും വിജയിച്ചിട്ടുണ്ടായിരിക്കുക. നോട് നോക്കുന്ന സമയത്ത് ഡെക്സോണയാണെങ്കിൽ അവിടെ വെച്ചിട്ടുള്ള ഈ ഫ്ലവർ ഒക്കെ വെക്കാൻ പറ്റുന്ന ഒരു പോട്ട് അത് നോക്കി വിഷമിച്ചിരിക്കുന്നതാണ് കാണുന്നത്. അതായത് ടേക്ക് ഇവൾക്ക് സമ്മാനം കൊടുത്തതായിരിക്കും ആ പോട്ട്. നോളാണെങ്കിൽ അല്ല എന്നാലും ടേക്ക് എന്തിന് ഇത് നിനക്ക് സമ്മാനം തന്നേന്ന് ചോദിക്കുമ്പോ ഒന്നും പറയണ്ട, ഞാൻ അവനോട് പറഞ്ഞിരുന്നു ഈ സമ്മാനമൊക്കെ കൊടുക്കുന്ന സമയത്ത് വല്ല ടവൽസോ അങ്ങനെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ എനിക്ക് തരണമെന്ന്. പക്ഷെ അവൻ എന്തിനാ ഈ പോട്ട് എനിക്ക് തന്നത്? ഇതുകൊണ്ട് ഒരു ഉപകാരവും ഇല്ല, അവന് ശരിക്കും വട്ട എന്നൊക്കെ പറയുകയാണ്. അപ്പോഴാണ് അവിടേക്ക് ഡെക്സോനയുടെ അമ്മ വന്ന് കിംചി റെഡിയായി അത് വിളമ്പാൻ വേണ്ടിയിട്ട് ആ പോട്ട് എടുത്തെന്ന് പറയുന്നത്. ഡെക്സോനയാണെങ്കിൽ ഇതിനെ കൊണ്ട് ഇങ്ങനെയെങ്കിലും ഉപകാരം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് അതെടുത്ത് കൊടുക്കുമ്പോഴാണ് നോട് ഉറക്കെ ചേച്ചിയോട് ചേച്ചി എന്ത് പണിയെ കാണിക്കുന്നത്, ഇത് എന്താ സംഭവം എന്ന് അറിയുമെന്ന് പറഞ്ഞ് പേപ്പർ കട്ടിങ് കാണിച്ചു കൊടുക്കുന്നത്. അതായത് ഫസ്റ്റ് പ്രൈസ് കിട്ടിയെന്ന് പറഞ്ഞ് ടേക്ക് പിടിച്ചു നിൽക്കുന്ന ട്രോഫിയാണ് ശരിക്കും ഈ പോട്ട്. ഈ പോട്ടാണ് അതിൽ ആ ട്രോഫി എന്ന് പറയുന്നത്. ഇത്രയും വലിയ സാധനമാണ് ഗിഫ്റ്റ് തന്നതെന്ന് ആർക്കും മനസ്സിലായിട്ടില്ല. എല്ലാവരും നന്നായിട്ട് വണ്ടടിക്കുകയാണ്. ഇതേ ടൈമില് കിമ്മിന്റെ വീട്ടിലെ എല്ലാവരും ഫുഡ് കഴിക്കുന്ന സമയത്ത് അല്ല ഈ ജങ് എവിടെ പോയെന്ന് കിമ്മിന്റെ അമ്മ ചോദിക്കുകയാണ്. കിം ആണെങ്കിൽ അറിയില്ല, രാവിലെ തന്നെ ഒരുങ്ങി പുറത്തേക്ക് പോകുന്നത് കണ്ടു എന്ന് പറയുന്നുണ്ട്. ജങ് വേറെ എവിടേക്കായിരിക്കില്ല പോയിട്ടുണ്ടായിരിക്കുക, ഹോസ്പിറ്റലിലേക്കായിരിക്കും. നല്ല രീതിയിൽ ഡ്രസ്സൊക്കെ ചെയ്ത് കയ്യിലൊരു ലെറ്ററുമായി ആള് മാഗിയുടെ റൂമിന്റെ പുറത്ത് വെയിറ്റ് ചെയ്യുമായിരിക്കും. പക്ഷെ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ആൾക്ക് ഉള്ളിലേക്ക് കടക്കാൻ കഴിയില്ല. എപ്പോഴും ആ റൂമില് ആരെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും, ഒന്നെങ്കിൽ നഴ്സോ ഡോക്ടറോ അല്ലെങ്കിൽ മാഗിയുടെ അച്ഛനോ അങ്ങനെ ആരെങ്കിലും ഒക്കെ. പാവം രാവിലെ വന്ന ആള് രാത്രിയായിട്ടും ആ റൂമിലേക്ക് കയറിയിട്ട് പോലും ഉണ്ടായിരിക്കില്ല. ഡോറിന്റെ വിടവിലൂടെ ചെന്ന് നോക്കുമ്പോ കാണുന്നത് മാഗിയുടെ അച്ഛൻ കൂടെ ഇരിക്കുന്നതാണ്. ആ സമയത്താണ് അങ്ങോട്ട് വരുന്ന നേഴ്സ് ഇവനിങ്ങനെ നിൽക്കുന്നത് ഒരുപാട് നേരമായിട്ട് കണ്ടതുകൊണ്ട് തന്നെ ഈ ലെറ്റർ ഞാൻ ഏൽപ്പിക്കാം എന്ന് പറയുന്നത്. ആള് കുറെ നേരമായിട്ട് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ഞാൻ അതുകൊണ്ടാണ് ലെറ്റർ വാങ്ങിയത്, അച്ഛനോട് ഞാനിത് പറയില്ല കേട്ടോ എന്ന് പറഞ്ഞ് നേഴ്സ് മാഗിക്ക് ആ ലെറ്റർ കൊടുക്കുന്നുണ്ട്. മാഗി ആണെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ തുറന്നു നോക്കുമ്പോൾ അതിലൊരു കീയുടെ പടമൊക്കെ വരച്ചിട്ടുണ്ടായിരിക്കും. അതിന്റെ ബാക്കിലായിട്ട് അത് സ്പേസ് ട്രാവലിലേക്കുള്ള ഇൻവിറ്റേഷൻ കാർഡാണെന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും. ഇത് കാണുമ്പോൾ ഇവൾക്ക് ഭയങ്കര ഹാപ്പി ആവുകയാണ്. അതായത് പുറത്തേക്ക് പോവാനാണ് ജങ് ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇതുകൂടി ആകുമ്പോൾ മാഗിക്ക് ഒരുപാട് ഹാപ്പി ആവുകയാണ്. അങ്ങനെ മാഗിയുടെ സന്തോഷ പ്രകടനങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് 13 ഇവിടെ അവസാനിക്കുന്നത്.